ബെഡ്റൂമിൽ പോയി ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. റെസ്റ്റ് മീൻസ് ഉറക്കം തന്നെ. തുറന്നപ്പോൾ തന്നെ ഇന്നലെ രാത്രി ഉത്തര പേപ്പർ നോക്കിയിരുന്നു. അതിൻ്റെ ബാക്കി അങ്ങനെ അവിടെ തന്നെ കിടക്കുന്നു. അതൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉറക്കമൊക്കെ അങ്ങനെ പോയി. പിന്നെ എന്ത് ചെയ്യാം, ജോലിയുടെ ഭാഗമല്ലേ, മടിച്ച് മുഴുവൻ നോക്കാമെന്ന് വിചാരിച്ചു. രസമാണ് കുട്ടികളുടെ പുതിയ പുതിയ ഐഡിയകൾ ഉത്തര പേപ്പറിൽ ഉണ്ടാവും. അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല. കുറച്ച് ബ്രേക്ക് എടുക്കാം. കുറേ ഇരുന്ന് നടുപോയത് കൊണ്ട് ജനാലകൾക്കരികിൽ പോയി ശുദ്ധവായു ശ്വസിക്കാം എന്ന് വിചാരിച്ചു. പുതിയൊരു കണ്ടന്റ് അപ്പോഴാണ് കണ്ടത്. ഇതെന്താണ് മഞ്ഞ കളറുള്ള ചെറിയ പൊടികൾ? ഇതെങ്ങനെ ഈ ജനാലക്കടിയിൽ വന്നു? പലയിടത്തും കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ ഉത്ഭവം എവിടെയാണെന്ന് അറിയില്ല. അച്ഛൻ്റെ റൂമിൽ നിന്ന് പൊക്കിയ കുഞ്ഞൻ റീചാർജബിൾ ടോർച്ച് എടുത്ത് ഞാൻ ഇൻവെസ്റ്റിഗേഷൻ നടത്തി. മരുഭൂമിയിലെ മണ്ണ് പോലെ ചെറിയ ഉരുണ്ട കുഞ്ഞൻ പൊടികൾ നമ്മൾ പലപ്പോഴും മരത്തിൻ്റെ അടിയിലും മറ്റു സ്ഥലത്തും കണ്ടിട്ടുണ്ടാവും അല്ലേ? എന്നാൽ ഇതൊരു ജീവിയുടെ കാഷ്ടമാണ് അല്ലെങ്കിൽ വിസർജ്യമാണെന്ന് നിങ്ങൾക്കറിയോ? എന്നാൽ ഇവനാണ് നമ്മുടെ ആ കുഞ്ഞൻ പൊടികൾ ഉണ്ടാക്കാനുള്ള കാരണം. അതേ ചിതൽ തന്നെ. ചിതൽ തിന്നു കഴിഞ്ഞതിൻ്റെ വിസർജ്യമാണ് അല്ലെങ്കിൽ കാഷ്ടമാണ് ആ പൊടികളായി കാണുന്നത്. അമലൂട്ടൻ നോക്കി അത്ഭുതപ്പെട്ടു. ഇതെന്ത് ഇങ്ങനെയുള്ള അവശിഷ്ടല്ലേ? അല്ല, ചെതലിൻ്റെ അപ്പി.